ഓണത്തിനെടെങ്കിലും പോണമെന്നും പറഞ്ഞിട്ടാണ് അംജിത്ത് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം തന്നെ ഞാൻ അവനോട് പറഞ്ഞു, ചിലവ് കൂടിയ വേണമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു, ചിലവില്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അന്നേരം ഞാൻ അവനോട് പറയും, നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ഇങ്ങ് പോകാമെന്ന്. ഡ്രൈവിംഗ് ബീച്ചിലേക്ക് അവിടെ എത്തിയ സമയത്താണ് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ ചിലവ് ഇവിടെയുള്ളതെന്ന്. അത്രയും കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്തുണ്ട് ഇവിടെ ഉണ്ട് ലുലു മാളിൽ പോയിൻ്റ് തൊട്ട് കാറ് ജീപ്പ് എന്ന് പറയേണ്ട കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത് കണ്ട ഉടനെ ഞാൻ അംജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഓനോട് പറഞ്ഞു, ഇതല്ല ഇതിൻ്റെ ചിലവ് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഇല്ലേനോ ആദ്യം ഇപ്പോൾ സെറ്റപ്പ് ആക്കിയെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ നിന്ന് മുങ്ങി. പിന്നെ പൊങ്ങിയെന്ന് വെച്ചുകൊണ്ട് നമ്മൾ കമ്പനിക്കാരൻ്റെ അടുത്തേക്ക് പൊങ്ങിയെന്ന് വെച്ചാൽ ഈ കുട്ടി എന്നോട് ചോദിച്ചു, കിണർ കുഴിച്ചാലാണ് വെള്ളം കാണുന്നത്. ഇപ്പോൾ ഇതേടെയാണ് കുഴിച്ചാൽ കടലിൻ്റെ ഭാഗം ഇടാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇമ്മാതിരി ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ആടുന്ന് മുങ്ങിയിട്ടു. ആടുന്ന് പിന്നെ പൊങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ, ഉപ്പിലിട്ട സാധനം വാങ്ങുന്നേരണ്ട് അംജിത്ത് ആ ചെറിയോനോട് പറയുന്നത്, ഇത് മുറിച്ചിട്ട സ്കെയിലൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതേമാതിരി മുറിച്ചിട്ട് കച്ചവടം ചെയ്യാലെന്നൊക്കെയാണ് ഓരോട് പറഞ്ഞത്. ചാനൽ ഇഷ്ടമായിക്കണോ സബ്സ്ക്രൈബും ബെല്ലൈക്കണം എല്ലാം വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഫോളോ ഒന്ന് ചെയ്തേക്ക്. പിന്നെ എല്ലാം കൂടി ആടുന്ന അതൊക്കെ തിന്നതിന് ശേഷം ഞാൻ എന്താക്കി, സൂര്യകാന്തി എന്ന് പറഞ്ഞതിനോട്ട് സൂര്യേട്ടൻ വരുന്നവരെ ഞാൻ ഒന്ന് ആടെ നിന്ന്. ആടെ നിന്നതിന് ശേഷം മൂപ്പർ വരാനൊന്നും കാത്തില്ല. കുറച്ചൊന്ന് ഇതാകുമ്പോഴത്തേക്ക് ഞാനങ്ങ് പോയിട്ടോ.